സാമ്പാർ നല്ലതായിരുന്നല്ലേ? അത്ര വലിയ നല്ലതെന്ന് പറയാനൊന്നുമില്ല. ഞാൻ കായ ഒരിത്തിരി കൂടി പോയാണെങ്കിൽ എനിക്ക് തോന്നി. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചോണം. എടി കുറ്റം പറയാത്ത രീതിയിലുള്ളൊരു കറി നീ ഉണ്ടാക്കുക. എന്നാ ഞാൻ കുറ്റം പറയാതിരിക്കാം. എന്നിട്ട് അമ്മ 3 കയ്യിൽ സാമ്പാർ വിളമ്പടി ഞാൻ കണ്ടല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് കഴിക്കണ്ടേ സാമ്പാർ ഒഴിക്കാൻ? ഞാൻ രാവിലെ തന്നെ തുടങ്ങി രണ്ടാളും കൂടെ. എന്റെ അമ്മയ്ക്കൊന്നും മിണ്ടായിരുന്നു ഇവിടെ. അയ്യോ ഞാനൊന്നും പറയുന്നില്ല. നീ നിന്റെ ഭാര്യ ഉപദേശിക്കാദ്യം. ഏട്ടാ ഇന്നത്തെ സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു? സാമ്പാർ അസലായിരുന്നു. കായ അങ്ങനെ ഉണ്ടായിരുന്നു. കായം കൂടി പോയില്ലേ? കായം കൂടി. ഞാനും പറഞ്ഞോളൂ. കായം കൂടിയിരുന്നു. അതിനെന്താ സംശയം? സാമ്പാർ മൊത്തത്തിൽ നല്ലതായിരുന്നു. അപ്പൊ അതങ്ങനെ ഒരു കുറ്റം കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അമ്മാങ്ങ. ഹലോ. എന്താ മാമാ? ഞാനിവിടെ ഉണ്ട്. ഇറങ്ങിയില്ല. എന്താടാ എന്താ കാര്യം ചോദിക്കുന്നേ? എന്തേ? ആണോ? എന്തോന്ന്? ആയിക്കോട്ടെ. ആയിക്കോട്ടെ പറയാം. അവൻ ഒറ്റയ്ക്ക് അവിടെ. അതാ എനിക്ക് ശരി. ആയിക്കോട്ടെ. ഒന്നുമില്ല. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആശുപത്രി പോകാനൊന്നുമല്ല. എന്നോട് ഇപ്പൊ തന്നെ ഇറങ്ങണ്ട. വേഗം വരാം. ഇവിടെ ടൗണിൽ എവിടെ ഉണ്ടെന്ന്. അപ്പൊ കാര്യം ഫോണിൽ കൂടി പറഞ്ഞാ പോരെ ഈ അമ്മ? അതെ ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അത് നേരിട്ട് പറയണം, അല്ലാതെ ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവൂലെന്ന്. അമ്മ വരുമ്പോഴേക്കാ തങ്കത്തിനെ കൂടി വിളിച്ചോ. തങ്കത്തിനൂടെ വിളി. തങ്കത്തിനൊന്ന് വിളിക്കാൻ ആരെങ്കിലും. അമ്മ വരുമ്പോഴത്തേന് വിളിക്കാൻ പറഞ്ഞു. അല്ല എന്നാലും എന്നോടും അമ്മയോടും തങ്കത്തിനോടും കൂടെ അമ്മാവയ്ക്ക് എന്ത് കാര്യം പറയാം? ഞാൻ ചായ കൂടി നിർത്തി. കാക്ക മലന്ന് ഉറക്കണ്ടോ നോക്കട്ടെ. അല്ല വേണോന്ന് ചോദിച്ചല്ലോ. അല്ലെങ്കിലും ക്ലീറ്റോ ചേട്ടൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. എന്തിനീ ചോദിക്കാൻ നിൽക്കണത്? ഒരു ഗ്ലാസ് എടുത്താൽ നിന്റെ കയ്യിലെ വള ഊരി പോലും. ഇത് അമ്മാവന് പാല് കൂട്ടി എടുത്ത് ചായ തുടങ്ങി നിർത്ത്. അതെ എനിക്ക് അമ്മാവന്റെ മുമ്പിൽ ഇതുപോലെ അങ്ങനെ വല്ല തർക്കം വെക്കാനുണ്ടായി ഞാൻ അപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോ. നിങ്ങൾക്ക് വരാൻ പോണ ഒരു നല്ല കാര്യം അതോടെ നിൽക്കുള്ള കാര്യം പറഞ്ഞറിയാം. വെറുതെ പിള്ളേർ ഓരോന്ന് പറയുന്നത് നീ വയ്ക്കണ്ട. നീ കാര്യം എല്ലാം മതിയായി. തമാശക്ക് പറഞ്ഞത് അത് കാര്യമായിട്ടല്ല. അതല്ല എല്ലാം മതിയായി എന്നൊരു മലയാള സിനിമ ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വാർത്തയൊക്കെ കിട്ടിയ സിനിമയാണ്. ഒന്ന് പോവാ. വേറെ വല്ലതായിരിക്കും. മാർബതാ അതിന്റെ സംവിധായകൻ ശ്രീജിത്ത് മേനോൻ അറിയുന്നത്. അങ്ങനെ ഒരു സിനിമയില്ല. പിന്നെയാണ് ഇനി അതിന്റെ സംവിധായകൻ. എടി മലയാളത്തിൽ അങ്ങനെ ഒരു സംവിധായകൻ ഉണ്ട്. ആ സംവിധായകൻ ശ്രീജിത്ത് മേനോനും പ്രൊഡക്ഷൻ കൺട്രോളർ പീതാംബരൻ അട്ടപ്പാടിയോ അങ്ങനെ ഒരാളും കൂടിയിട്ട് ഇന്നലെ എന്റെ വീട്ടിൽ വന്നിരുന്നു. എന്തിനാ? അമ്മാവനെ സിനിമയിൽ എടുത്തോ? അല്ല അമ്മാവ് അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? ഒരു കണക്കിന് നല്ലതാ മാവാ. ഈ അമ്മാവ് ഏതായാലും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. സിനിമയിൽ പോയി കഴിഞ്ഞാൽ വേഗം കല്യാണം നടക്കും. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനല്ല, അവരുടെ പുതിയ പടം ഷൂട്ട് ചെയ്യാൻ നമ്മുടെ വീട് പറ്റുമോ നോക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ എനിക്ക് കൊടുക്കാൻ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഫ്രണ്ട് വാർത്തില്ലേ ഇപ്പൊ അതോട് പോയടാ. ഓടിട്ടൊരു പഴയ വീടാ വേണ്ടത്. അതന്നെ ഇതങ്ങനെ 2 തട്ടായിട്ടുള്ള വീട് വേണം, കുറച്ച് മുറ്റം വേണം, ഒരു കിണർ വേണം എന്നൊക്കെ പറഞ്ഞു. അയ്യോ ഇത് അങ്ങനത്തെ വീടാണല്ലോ. 2 തട്ടും പറഞ്ഞോ? അതല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചേച്ചിയുടെ വീടുണ്ട്, നമുക്ക് അത് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നേരിട്ട് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയണ്ടേ? ഇത് പഴയ വീടല്ലേ, ഇത് മതിയാവോ? പഴയ വീടാണ് വേണ്ടത്. പുതിയ വീടാണെങ്കിൽ എന്റെ വീട് കൊടുക്കില്ലേ? ദിവസം 10 രൂപ വെച്ച് തരാന്നാ പറഞ്ഞു. 10 രൂപയോ? 10 എന്ന് പറഞ്ഞ 10,000 രൂപ ഒരു ദിവസം. 30 ദിവസത്തിന് വേണം അവർക്ക് ഈ വീട്. 3 ലക്ഷം രൂപ. അങ്ങനെ 3 ലക്ഷം രൂപ എന്നത് 1.5 ലക്ഷം. ഈ നാത്തിന് കണക്കറിയാൻ പാടില്ല. നല്ലോണം കണക്കറിയാം. 1.5 ലക്ഷം ഞങ്ങൾക്ക് പോയില്ലേ? അതെന്ത് തർക്കിക്കല്ലേ? ആദ്യം 3 കൈ കിട്ടട്ടെ, എന്നിട്ട് അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. പക്ഷെ അമ്മാവ തീരെ കുറഞ്ഞു പോയി. ഒരു 15 വെച്ച് സുഖമായിട്ട് മേടിക്കാൻ. വിട്ടിത്തരം വളമ്പല്ലേ? അവര് 5 പറഞ്ഞത്, ഞാനത് 10 ആക്കി. 3 കിട്ടണത് കളയല്ലേ? അമ്മാവല്ല ആരും അഭിനയിക്കണേ? ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ വിശ്വാസം വരില്ലേ അവനെ?
എടാ മമ്മൂട്ടിയാണ് അഭിനയിക്കണത്. മമ്മൂട്ടി അല്ലേ? എന്താ തലച്ചോറിന് മേടിച്ചു കൊടുത്താൽ എന്താ 3 ലക്ഷം അല്ലേ കൈ കിട്ടണേ? എന്നിട്ട് ബാക്കി പിന്നെ അടുത്തുള്ളവരൊക്കെ കാണിച്ചടാ, മമ്മൂട്ടി സിനിമാ താരങ്ങളൊക്കെ ഇവിടെ വരില്ലേ. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാച്ചിട്ടാണ്. നമുക്ക് ഓക്കെ ആണല്ലോ. ഓക്കെയാണോ? ഇനി ഇടയിൽ കയറി പ്രശ്നം വല്ലതും ഉണ്ടാക്കുവോ? മമ്മൂട്ടിയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലല്ലോ. എന്നാ നാളെ ഒരു 11 മണിക്ക് ഡയറക്ടറിനെ ഈ പ്രൊഡക്ഷൻ കൺട്രോളും കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. പറ്റില്ല, എന്നാ അവര് വേറെ ഏതൊരു ലൊക്കേഷൻ നോക്കാൻ പോയിരിക്കാം. ഇത് സമ്മതിച്ചാ നാളെ വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണ്ട ഇപ്പൊ? നാളെ ഞാൻ ലീവ് എടുക്കേണ്ടി വരില്ല മാവാ. ആളെ നോക്കണ്ട, ആളെ ഓഫീസിൽ പോക്കോ, ഞാനെല്ലാം നോക്കിക്കോളാം. അയ്യോ അത് വേണ്ട. അളിന് ഇവിടെ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട പണികളില്ലേ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഏൽക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. മീറ്റിംഗ് ഇല്ലേ? അത് നമ്മുടെ പാർട്ടി മീറ്റിംഗ്, അത് ലീവ് പറഞ്ഞോളാം. അത് ലീവ് പറയാം. നമ്മളെ വീട്ടിലൊരു ആവശ്യം നടക്കുമ്പോ ഞാൻ ഇവിടെ വേണ്ടേ? അല്ല തർക്കിക്കണ്ട, 2 വീടും വേണല്ലോ. 2 പേരും ലീവ് എടുക്കും, ഇവിടെ ഉണ്ടായിക്കോ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നാളെ ഒരു 11 മണിക്ക് അവരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ കേട്ടോ? ശരി. എങ്ങനെയുണ്ട് സാറേ? കൊള്ളാം. നമുക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട കിണർ, 2 തട്ടിലായിട്ടുള്ള വീട്. അതാണ് ഇത് നമ്മളിവിടെ കണ്ടതിൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള 2 തട്ടുള്ള വീടാണ്. പിന്നെ കിണർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ആ ഇലപ്പൊഴിഞ്ഞ മരം കണ്ടോ? അതെ, അതിന്റെ മുകളിൽ നിന്നാണ് കൂമൻ കരയേണ്ടത്. അപ്പൊ കൂമൻ കരയുന്ന ദിവസം കൂമൻ വേണമല്ലോ. വേണ്ടി വരും. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. കുഴപ്പമില്ല, ഒരു പരുവത്തിലൊക്കെ ഒപ്പിച്ചെടുക്കാം. അതെ സാറേ, ഈ മമ്മൂട്ടിയും ഗുണ്ടകളായിട്ടുള്ള ഫൈറ്റ് ഇവിടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല എടുക്കാലോ, നല്ല സ്ഥലമുണ്ടല്ലോ. അത് കുഴപ്പമില്ല, നമുക്ക് പുറത്ത് വെച്ചെടുത്തിട്ട് ഇവിടെ വെച്ച് എഡിറ്റ് ചേർക്കാം. അല്ല മമ്മൂക്ക ഈ ലൊക്കേഷനിൽ ഇദ്ദേഹം ഉണ്ട്, പിന്നെ ഭാവന ഉണ്ട്, അനൂമേനോനുണ്ട്, ഹർഷി അശോകനുണ്ട്, കുഞ്ചാക്ക ബോബനുണ്ട്. മമ്മൂട്ടിയുടെ മറ്റേ എല്ലാ ആളുകളുടെ ഞങ്ങളെ ഒരു ഫോട്ടോ അതിവിടെ വരുമ്പോ എടുക്കാമല്ലോ. പിന്നെ പൃഥ്വിരാജ് വരൂ. പൃഥ്വിരാജ് ഈ ലൊക്കേഷനിൽ ഇല്ല. അല്ലെ നമുക്ക് ഇത് എല്ലാവർക്കും കൂടെ കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇതല്ലേ. അപ്പൊ നമ്മളെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ വരും. ഏതായാലും ഈ പറഞ്ഞവരെല്ലാം ഇവിടെ എന്തായാലും ഉണ്ട്. എന്താ സാറേ? സാറേ ഈ ഗ്രില്ലൊരു പ്രശ്നമാണല്ലോ. കുഴപ്പമില്ല, നല്ല സ്ട്രോങ്ങാ. അല്ല ഗ്രില്ല് സ്ട്രോങ്ങാ, പക്ഷെ നമ്മളെ കഥയ്ക്ക് പറ്റൂല. ഇത് ഈ ഗ്രില്ല് കംപ്ലീറ്റ് മാറ്റേണ്ടി വരും. ഗ്രില്ല് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. പിന്നെ ഈ ടൈൽസ് ഉണ്ടല്ലോ, ഇത്ര ഈ ഭാഗം ഈ ടൈൽസ് മൊത്തം ഒട്ടങ്ങളാക്കി മാറ്റണം. ഈ ടൈൽസ് കൂടെ മാറ്റേണ്ടി വരും. അല്ല ടൈൽസ് മാറ്റേണ്ടി വരും. പിന്നെ അത് ഈ സിമന്റ് ഇതുണ്ടല്ലോ, ഇത് കൊടുത്തങ്ങ് മാറ്റേണ്ടി വരും. ടൈൽസ് പഠിക്കാനുള്ള കഥയാണ്. അല്ല ടൈൽസ് പിടിക്കാണ്ട് ഈ കഥയുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഈ വീട് ഒരു കച്ചട ലുക്കുണ്ട്. ഇതൊരു നല്ല ഒരു പിന്നെ ഗ്ലാസ് എന്തെങ്കിലും കുറച്ച് പൊട്ടിച്ച് മാറ്റാം. ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്ലാസ് സാറേ ഇത് നോക്കി കഥ ഈ ഇത് തടിയാണ്, മരത്തിന്റെ നല്ലതാണ്. പക്ഷെ നമ്മളെ സബ്ജക്റ്റിന് പറ്റൂല. പിന്നെ ഇത് അതുകൊണ്ട് അത് മാറ്റി, അല്ല അത് കളയല്ല, അത് മാറ്റി വെച്ചിട്ട് ക്ലാസ് ഇടേണ്ടി വരും. വേറെ ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതെ അത് സാറേ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും. ഇപ്പൊ അത് അതായത് ആരാ ചെയ്യണത് ഇതൊക്കെ? അല്ല ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അല്ല ആര് ചെയ്താലും ചെയ്യില്ലേ? ഇത് നമ്മളാളെ വെച്ച് ചെയ്യും. അത് വേണ്ട ഇത് ബുദ്ധിമുട്ടാവും സാറേ, അത് ശരിയാവില്ല. അല്ല എന്താണ് ഇത് കുത്തി പൊളിച്ചിട്ട് ടൈൽസ് ഇട്ടാ ഗുണല്ലേ? ഈ പലക മാറ്റിട്ട് ഗ്ലാസ് ഇട്ടാ ഗുണല്ലേ? അല്ലാതെ ഈ ഗ്രില്ലൊക്കെ പാടെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും. ഈ ഗ്രില്ല് നിങ്ങൾ പൊളിച്ചു മാറ്റി കഴിഞ്ഞാലേ ഇത് ലാസ്റ്റ് പോകുമ്പോ ഇതുപോലെ ഫിറ്റ് ചെയ്ത് തരില്ലേ? അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ പഴയ പോലെയാക്കി നമ്മൾ തരും. പിന്നെന്താ? അല്ല അതെന്താ സിനിമാക്കാര് ഇതൊക്കെ ഇങ്ങനെ നമ്മള് ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് ഈ സാധനം കംപ്ലീറ്റ് ഒക്കെ എടുത്ത് മാറ്റും. ഷൂട്ടിങ് കഴിഞ്ഞോടുകൂടി ഇതെല്ലാം എടുത്ത് വെച്ച് പഴയ പോലെ അതൊക്കെ എന്താ രാഗങ്ങൾ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ പറയും. തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മൂട് അടിയാൻ പോകും. അത് ശരിയാവില്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ അതൊരു കുഴപ്പമില്ലാണ്ട് ചെയ്യും. സിനിമാക്കാരെ വിശ്വസിക്കാം. ഞാൻ ഒരു സാറേ, അതെ ഈ പൊളിക്കണ സംഭവം അവിടെ വെച്ച് എടുത്തൂടെ എന്റെ വീട്ടിൽ വെച്ച്? അല്ല
അതല്ല ഈ ഭാഗം കറക്റ്റാ, അത് പൊളിക്കേണ്ട കാര്യമില്ല. കിണറും ഇത് നമുക്ക് പറ്റിയ കഥയ്ക്ക് പറ്റിയ ലൊക്കേഷൻ അതാണ്. പക്ഷെ ഈ സാധനത്തിന്റെ ഒരു പ്രശ്നത്തിലാണ് നമ്മൾ പോട്ടെ പൊളിച്ചോട്ടെ. ഇനിയിപ്പോ എന്താ എന്റെ പ്രശ്നം? ചെയ്തൊരാളിയാ ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്കൊരു നമ്മളിപ്പോ പറഞ്ഞ പൈസ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 2 ലക്ഷം രൂപ കൂട്ടി തരാൻ പറ്റും. അതൊക്കെ അമ്മാവനായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്മോൾ ബഡ്ജറ്റ് ഫിലിമാണ്. പ്രൊഡ്യൂസർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് പേരിലാണ് മമ്മൂട്ടി അഭിനയിക്കാൻ നേരിട്ടുള്ളത് തന്നെ. ഇവര് പ്രൊഡ്യൂസറും മമ്മൂട്ടിയായിട്ട് നല്ല ഫ്രണ്ട്സാ, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അർത്ഥം അല്ലേ സാറേ? എന്നാ പിന്നെ ഒരു കാര്യം ചോദിച്ചു, ഈ മമ്മൂട്ടി സാറിനോട് ചോദിച്ചിട്ട് പൊളിക്കാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റും. അയ്യോ അതല്ല, ഇത് ഈ പൊളിക്കാതെ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ സബ്ജക്റ്റിന് ഈ കഥയ്ക്ക് പറ്റിയത് ഇത് പൊളിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അമ്മ ഒന്ന് പറഞ്ഞു. അതെ, മമ്മൂക്ക വരെ ഇവർക്ക് സഹകരിക്കാന്ന് പറഞ്ഞു. ഇവരെ വിശ്വസിക്കാം, ഇവരെ റെഡിയാക്കി തരും. ഞാനല്ലേ പറയുന്നത്. അല്ല കണക്ക, ഇനി ഇത് പൊളിക്കാത്തോണ്ട് ഒരു സിനിമ പൊളിഞ്ഞു പോയി എന്നുള്ളൊരു ഇത് വരണ്ട. അതാണ് പൊളിച്ചോ, ഇത് പൊളിച്ചോ. എന്നാ പിന്നെ ശരി സാറേ, പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ കെട്ടി തരണേട്ടാ നിങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കെട്ടുക, നമ്മള് സന്തോഷമായിട്ട് കഴിഞ്ഞിട്ട് പൈസ എല്ലാം തന്നിട്ട് ഞങ്ങൾ പോവാം. പിന്നെ വളരെ റിലീസിന്റെ ഒപ്പം എല്ലാവരും കൂടെ വരണം കാണാം. ആരാ ഡയറക്ടർ? അല്ല, ഡയറക്ടർ പുള്ളിയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ സാറേ, നമുക്ക് ഈ എന്തെങ്കിലും കുറച്ച് പൈസ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റും? പൈസയുടെ അഡ്വാൻസിന് എല്ലാ കാര്യവും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അളിയാ അവര് മുഴുവൻ കാശും തരാതിരിക്കുമല്ലോ. ഇതൊന്നും മിണ്ടാതിരിക്കണം. കനക, കാശിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞ കാശ് അവരെനിക്ക് തരും, അത് മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിക്കും. അയ്യോടാ, അത് മുഴുവൻ അവനെ ഏൽപ്പിച്ചാൽ എങ്ങനെയാ? അമ്മയുടെ കയ്യിൽ കൊടുത്തോ? ഈ നാത്തൂര് എന്താ അത് ഏട്ടൻ മേടിച്ചോട്ടെ? വേണ്ട, ഏട്ടൻ മേടിക്കണ്ട, അത് അമ്മയുടെ കയ്യിൽ കൊടുത്താ മതി. ഇപ്പൊ ഇവിടെ സിനിമാക്കാര് വരണം, ഇങ്ങനെ കാണിച്ചിട്ട് വരണ്ട. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മമ്മൂട്ടിക്ക് ഒരു മാസം വന്ന് താമസിക്കേണ്ട സ്ഥലം അത്. നിങ്ങളുടെ സ്വഭാവം കണ്ട ഒരു ഫസ്റ്റ് ദിവസം എടുപ്പൂ. കാശ് കളയാൻ നോക്കല്ലേ സാറേ, അവർക്ക് കുഴപ്പമില്ല. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അതെ അതെ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. എപ്പോ വേണേ ഷൂട്ടിംഗ് കൊടുക്കാം. ശരി എന്നാ, ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ പിന്നെ യാത്രയില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സന്തോഷം. നമുക്ക് ബാക്കിൽ അല്ല സാറേ, ഒരു കാര്യം നീ പോയാലെങ്ങനെയാടാ? അല്ല ഇവിടെ ഒന്ന് കാര്യമൊക്കെ എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. അതിൽ ഇടയ്ക്ക് ഒരു നല്ല കാര്യം ലഭിച്ചിട്ട് വന്നാ ഞാൻ. അതെ അമ്മാവാ, അഡ്വാൻസ് ആയിട്ട് ഒരു 2000 റുപ്യെങ്കിലും ചോദിച്ചു. ഈ 2000 റുപ്യ തെറ്റിച്ച് വേണ്ട കുടുംബത്തെ അരി മേടിക്കാൻ. നാളെ എടുത്തിട്ട് പോവാൻ നോക്കടാ. ഞാൻ പിന്നെ അപ്പുറം കാണിച്ചു കൊടുക്കട്ടെ. സാറേ, ഷൂട്ട് ചെയ്യാതെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതന്നെ എന്താ അഡ്വാൻസ് ചോദിച്ചാലേ 2000 രൂപ നീ അഡ്വാൻസ് ചോദിക്കുന്നത്? എന്തെങ്കിലും വാങ്ങിച്ചൂടെ? അവന് പൈസ തരും. ഇപ്പൊ ഇവിടെ മണിമൂട്ടി വരും. അമ്മ നാലോചിക്ക്, നമ്മുടെ സ്വന്തം വീട്ടില് നമ്മുടെ സ്വന്തം പോലെ സിനിമ നടന്മാരൊക്കെ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. അല്ല, ഇവിടത്തെ ഈ ബഹളമൊന്നും സാർ കാര്യമാക്കണ്ട. അതൊരു കുടുംബാവുമ്പോ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല, നമ്മൾ ഈ വാടകയുടെ കാര്യം പറയുമ്പോഴാണ് ഒരു പ്രശ്നമാണത്. ഇപ്പൊ 10000 രൂപ വെച്ചിട്ട് 30 ദിവസത്തേക്ക് 3 ലക്ഷം രൂപ ആവുമല്ലോ. അതിപ്പോ എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഞാൻ ഇത്. അല്ല, അത് എന്താണെന്നറിയാം, ഈ തങ്കത്തിന്റെ ഭർത്താവുണ്ട്, അയാൾ എന്നോട് പറഞ്ഞത് ഒരു ദിവസം 15000 റുപ്യ വെച്ച് വേണമെന്നാണ്. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അല്ല, അതറിയാം. അപ്പൊ ഞാൻ 10 വെച്ച് പറഞ്ഞത് അവര് സമ്മതിക്കട്ടെ വെച്ചിട്ടാണ്. അല്ല, ഞാൻ ഇത് കഴിയുമ്പോ യഥാർത്ഥ വാടകയുടെ കാര്യം പറയുമ്പോ നമുക്ക് അടി കിട്ടും. അല്ല, സാർ അത് പേടിക്കണ്ട. എന്തൊക്കെ ആയാലും അമ്മാവനോട് സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ. അമ്മാവനോട് സ്നേഹമുണ്ട്, നമ്മുടെ സ്നേഹം കാണില്ലല്ലോ. അത് പേടിക്കണ്ട, അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. സാർ ഞാൻ പറഞ്ഞത് തന്നാ മതി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തു. ശരി ശരി ശരി. പിന്നെ എന്റെ കാര്യത്തില് അഭിനയിക്കും, നേരത്തെ പറഞ്ഞിട്ടില്ലേ? മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോന്ന് സാർ ഈ പാരിജാത പുഷ്പം എന്ന് കേട്ടില്ലേ? ഇല്ല ഇല്ല. ഞാൻ ആദ്യമായിട്ട് 17ാമത്തെ വയസ്സിൽ അഭിനയിച്ച നാടകമാണ്. അന്ന് നമ്മുടെ അച്ഛൻ പോലും ജനിച്ചിട്ടൊന്നും അറിയില്ല. ആ നാടകത്തിൽ ഞാനായിരുന്നു നായകൻ. മരുതൻകുഴി പൊന്നപ്പനായിരുന്നു അച്ഛൻ. പിന്നെ പേരൂർക്കട വാസുദേവനായിരുന്നു നായകൻ. നായിക പേരൂർക്കട വാസുദേവൻ. അതെന്താ അറിയോ സാറേ, അന്നത്തെ കാലത്ത് ഈ നടികളൊന്നും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. അപ്പൊ കാണാൻ കൊള്ളാവുന്ന ആണ് തന്നെയാണ് പെണ്ണുവേഷം കെട്ടുക. ആ നാടകം കഴിഞ്ഞപ്പോഴേ കാണികൾ മൊത്തം എന്നെ വന്നങ്ങോട്ട് പോകണം. തല്ലാനാ? അല്ല സാറേ, തലോടാൻ, അഭിനന്ദിക്കാൻ. ആ നാടകത്തിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതിപ്പോഴും കേട്ടാൽ രോമങ്ങനെ എണീറ്റ്. എന്റെ അച്ഛന് വേലക്കാരിയിൽ ഒരു ജാരസന്തതി ഉണ്ടാവും. നാടകത്തിൽ എന്റെ നാടകത്തില് ആ അച്ഛനോട് മകൻ വന്ന് പറയുന്നതാണ് സിറ്റുവേഷൻ, സന്ദർഭം. അതെ, ആ ഡയലോഗ് ഞാനൊന്ന് പറയാം. യുഗയുഗാന്തരങ്ങളായി മണ്ണടിഞ്ഞു പോയാലും ഒരിക്കലും നശിക്കാത്ത ആത്മബന്ധത്തെ കുറിച്ച് നിന്റെ അച്ഛൻ എന്തറിയാം? കാലത്തിന്റെ കൈവിരലുകൾക്ക് തുടച്ചു മാറ്റാൻ കഴിയാത്ത കണ്ണീർ കായലിൽ ഗതി കിട്ടാത്ത അലയുന്ന ആത്മാക്കളുടെ ഘോരരോദനം അച്ഛൻ കേൾക്കുന്നില്ലേ? ജീവിത നൗകയുടെ ഈ പങ്കായം
ഗതി അറിയാതെ എങ്ങോട്ടാണ് അച്ഛാ ഈ തുഴയുന്നത്? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വേറെ ഏതെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗായത്രിയുടെ ശബ്ദം, കമ്പി പൊട്ടിയ വീണകൾ, കടൽക്കാക്കയുടെ രോദനം, പിന്നെ മതി. പിന്നെ ഈ സിനിമയിൽ ഒരു നല്ല വേഷം തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതില് ഹർഷി അശോകൻ രാത്രി പ്രേതത്തെ കണ്ടിട്ട് പേടിച്ചിട്ട് പ്രേതം എന്ന് പറഞ്ഞ് ഓടിയിട്ട് വരുന്ന സീനുണ്ട്. അതില് 2-3 ആൾക്കാർ ഇറങ്ങി വന്ന് എന്ത് പറ്റി ചോദിക്കുന്നൊരു നല്ല സീനുണ്ട്. നല്ല സിറ്റുവേഷൻ. അവർ 3-4 പേര് ഏറ്റവും മുന്നിൽ ചേട്ടൻ നിന്നാണ്. നല്ല ശ്രദ്ധിക്കേണ്ട വേഷമാണ് ചെറുതാണെങ്കിൽ. അവരൊറ്റ സീന് വന്നിട്ട് ഇങ്ങനെ പറയണേ. അതെ. അല്ല സാറേ, ഈ ജനങ്ങളെ കരയിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വേഷം. അതിപ്പോ ഈ സാറ് പറഞ്ഞത് കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുമ്പോ ചേട്ടൻ ചെയ്യുമ്പോ ജനങ്ങൾ അങ്ങ് കരഞ്ഞോടും അല്ലേ? സാർ എന്താ പറയുക, ഞാൻ അതല്ല പറഞ്ഞത്. ഈ സിനിമ ആകുമ്പോ അതിൽ ഈ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സോങ് സീനിൽ മുഴുവൻ അഭിനയിക്കാനോ അല്ലെങ്കിൽ 1-2 ഫൈറ്റ് സീനിലോ അഭിനയിക്കാനോ അവസരം അത്രേ ഉള്ളൂ. സോങ് സീൻ അങ്ങനെയാണെങ്കിലേ ഇതാ വരാ വണ്ടി ശരി. അല്ല സാറേ, ഞാനുണ്ട്. സുഹൃത്ത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മെയിൻ ക്യാരക്ടേഴ്സിനെ മുഴുവൻ നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉപനായക വേഷം ചെയ്യുന്നത് കുഞ്ചാക്കോ ബോബനാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഉപനായക വേഷം തരാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് ഈ കുഞ്ചാക്കോ ബോബൻ എന്ന ആളിനെ ഒന്ന് മാറ്റി ചിന്തിച്ചൂടെ? ഞാൻ ആ കഥാപാത്രം വളരെ ഭംഗിയാക്കി മേളിലെത്തിച്ചു തരാം. കുഞ്ചാക്കോ ബോബനെയൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാണ്? സാർ, ഒരു സംവിധായകനെ സംബന്ധിച്ച് ആത്മവിശ്വാസമാണ് ആദ്യം വേണ്ടത്. അത് തന്നെയാണ് ഒരു നടനെ സംബന്ധിച്ച് വേണ്ടത്. പക്ഷേ നടനായി എനിക്കുണ്ട്, സംവിധായകനെ സാറിനതില്ല. സുഹൃത്ത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ക്ലാസിക് ഫിലിമാണ്. ഈ ക്ലാസിക് ഫിലിമിൽ അഭിനയിച്ച് പാരമ്പര്യമുള്ള ആൾക്കാരും തഴക്കവും പഴക്കവും വന്ന ആൾക്കാരും മാത്രമേ നോക്കുന്നു. ഈ കഥയ്ക്ക് അനുയോജ്യമായ ആർട്ടിസ്റ്റുകളെയാണ് സാറ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റുക എന്ന് പറയുമ്പോൾ സാറിപ്പോ എന്നോട് പറഞ്ഞു മുൻപരിചയം തഴക്കം പഴക്കം വേണമെന്ന് പറഞ്ഞു. വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാറിന്റെ ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ സാറിന് മുൻപരിചയം ഉണ്ടായിരുന്നോ? അത് പിന്നെ ഞാൻ കുറേ അത് ഞാൻ പറഞ്ഞുതരാം. സാറ് ഒരുപാട് അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും വർക്ക് ചെയ്തിട്ടാണ് ഇത്. ഒരു 50 പടങ്ങളോളം പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ടാണ് ഈ ആദ്യത്തെ പടം ചെയ്യുന്നത്. അതെ, അത് പറയുകയാണെങ്കിൽ ഞാൻ എന്തോരം നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഒരുപാട് പേര് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയം എനിക്കുണ്ട്. അത് ഈ നാടകവും സിനിമയും രണ്ടും രണ്ടാണ്. അല്ല, ഈ നാടകക്കാരെന്താ അഭിനയിക്കുക അല്ലയോ? അല്ല, ഈ നാടകക്കാരൊക്കെ സിനിമയിലുണ്ട്. പക്ഷെ അത് നല്ല പ്രതിഭകളെ വന്നിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രതിഭയ്ക്കും കൂടെ വളർന്നു വരാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കൊടുത്തൂടെ? ഭാവിയിൽ നിങ്ങൾക്ക് പറയാം, ഇയാൾ എൻ്റെ സിനിമയിലാണ് അഭിനയിച്ചത്, ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൂടെ? അപ്പോൾ അതുകൊണ്ട് ഒരവസരം എനിക്ക് നല്ലൊരു വേഷം തരണം. ഇത് വേറൊരു കാര്യം, ഇതിപ്പം എൻ്റെ വീട്ടിൽ വെച്ച് നിങ്ങൾ ഷൂട്ടിംഗ് നടത്തുന്നത് കൊണ്ടോ ഇപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടത്തുമ്പോൾ എനിക്ക് വേണമെങ്കിൽ തടസ്സം പറഞ്ഞ് നിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകാനൊക്കെ ചെയ്യും എന്നുള്ളൊരു ആ ഒരു അഹങ്കാരത്തോടു കൂടിയൊന്നും അല്ല ഞാനിപ്പോൾ നിങ്ങളോട് വന്നൊരു വേഷം ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാളല്ല ക്ലീറ്റോ. അല്ല, എൻ്റെ അടുത്ത പടം ഇപ്പോൾ അടുത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. സാർ, അടുത്തതെന്നൊക്കെ പറഞ്ഞാൽ ഇനി എപ്പോഴാ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാലല്ലേ സാറിന് അടുത്ത പടം കിട്ടും? ഇത് വിജയിക്കുമല്ലോ. അത് സാറിൻ്റെ വിശ്വാസം. അതുപോലെ ഞാൻ അഭിനയിക്കുന്നത് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു നല്ല വേഷം, എന്തെങ്കിലും ഒരു നല്ല വേഷം നോക്കാം. അല്ലാതെ പോകുന്നു. ഏതായാലും നമുക്ക് നോക്കാം. എന്താടാ കാണാല്ലോ ഈ തുടക്ക ദിവസമല്ലേ, അപ്പോൾ അത് അവർക്കെല്ലാം സജ്ജീകരണങ്ങളൊക്കെ കൊണ്ടെത്തിക്കാനുള്ള സമയം വേണം, സാവകാശമൊക്കെ വേണം. എടാ, ഞാൻ ആലോചിക്കണതേ 30 ദിവസമല്ലേ ഷൂട്ടിംഗ് പറഞ്ഞേക്കണേ. അപ്പൊ ഈ 30 ദിവസം ഷൂട്ടിംഗ് ഇവിടെ നടത്തുമ്പോഴേ നമ്മളെങ്ങോട്ട് പോകും? നമുക്ക് രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങും. നമ്മളെങ്ങോട്ടും പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. അവരിവിടെ ഷൂട്ട് ചെയ്യുമ്പോ അവര് പറയും അവിടെ മാറേ എന്ന് പറയും. നമ്മൾ അങ്ങോട്ട് മാറും. അവിടെ അവര് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാറാനല്ലേ പറഞ്ഞ ചേച്ചി അങ്ങോട്ട് പോ എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇങ്ങോട്ട് പറയാം, ക്യാമറയുടെ മുമ്പിൽ പെടാതെ. അത്രേ ഉള്ളൂ. അല്ലേട്ടാ, അപ്പൊ നമുക്ക് ചോറൊക്കെ വെക്കാനായിട്ട് അടുക്കള കയറാൻ ഇവര് സമ്മതിക്കോ? ഓ എന്റെ അളിയോ, ഇതിന് എന്റെ പൊന്ന് ജമന്തി, നമ്മൾ ഈ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസമുള്ള ആഹാരം അവരല്ലേ തരുന്നത്. പിന്നെ അവര് തരും. അതെ, ഇത് നിങ്ങൾ 30 ദിവസം അടുക്കളയിൽ കയറേ വേണ്ട, റെസ്റ്റാ.
എന്തമ്മാവ എവിടെ സിനിമക്കാരോ? റെഡിയായി. അതെ. എല്ലാം കൂടി നിൽക്കണ്ടില്ലേ? എന്താ എന്ത് പണിയാടാ കാട്ടി? എന്തിനാടാ നീ കുടിക്കണ കഞ്ഞിയില് പാച്ചന വാരിയിട്ട്? ഏത് കഞ്ഞി പാറ്റിയിട്ട്? അവരിനി വരില്ല, സിനിമാക്കാർ വേറെ വീട് നോക്കി പോയി. അതിന്റെ കൂടെ അവർ കാണിച്ചാൽ നമ്മുടെ ഇതെല്ലാം വാക്ക് പറഞ്ഞു ഉറപ്പിച്ചിട്ട് വാക്ക് അവര് മമ്മൂട്ടീനെ വെച്ച് സിനിമ എടുക്കാനായി വീഡിയോ വെച്ചത്, അല്ലാണ്ട് വെള്ളവർക്ക് അഭിനയിക്കാനല്ല. ആരാ അഭിനയിക്കാൻ ഇവിടെ എന്തിനാ? എന്റെ ക്ലീറ്റോ ഒരു അവസരം ചോദിച്ചു പോയി. അതപ്പൊ അത്ര വലിയ പ്രശ്നം. അത് ക്ലീറ്റോന്റെ കഴിവുള്ളതുകൊണ്ടല്ലേ മാവ? എന്ത് കഴിവാടി ഇവനിട്ടത്? എന്ത് കഴിവാണുള്ളത്? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ അവന്മാരോട് പോയിട്ട് ഈ ചാൻസ് ചോദിക്കാൻ പോയത്? അയാൾ രക്ഷപ്പെട്ട് പോകണമെങ്കിൽ പോട്ടെ എന്ന് വെച്ചു. ചിലപ്പോ എന്റെ ആ ഒരു ക്യാരക്ടറിന്റെ എന്തെങ്കിലും ഒരു ബ്രേക്ക് കിട്ടിയാലോ? നിനക്ക് ബ്രേക്ക് അല്ല ബെല്ല കിട്ടാൻ പോണ്. അഭിനയം നിർത്തറ. നീ എന്തിനാ ഹോട്ടലിലേക്ക് ഡയറക്ടറെ കാണാൻ പോയത്? നിനക്ക് നായകനാവണം, നിന്റെ കൂട്ടുകാരന്റെ സഹനടനാവണം. ഓ ഞാൻ നായകനാവണമെന്ന് ഞാൻ പറഞ്ഞില്ല മാവ. അഭിനയിക്കണം പറഞ്ഞു നീ. അവൻ എന്താ ചെറിയ വർഷം തരാന്ന് പോലെ അത്രേ ഉള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ അളയാ എന്തിനളയാ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? വെറുതെ അതൊന്നും പറയണ്ട. 3 ലക്ഷം ഉറുപ്പ്യ കൂടെ ഒരു കേടും കൂടാണ്ട് കിട്ടിയിരുന്നു. അത് തുലച്ചപ്പോ സമാധാനമായില്ല എല്ലാവർക്കും. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ മാവ, നമുക്ക് ഇനി അഭിനയിക്കും വേണ്ട ഒന്നും വേണ്ട. അവരോട് വന്നിട്ട് വേണമെങ്കിൽ ഇത് ഷൂട്ട് ചെയ്തോളാൻ പറ. ഗ്രില്ലൊക്കെ പൊളിക്കാനായാലും കുഴപ്പമില്ല. ആ 3 ലക്ഷം തന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. ഓ എന്താ മനമാറ്റം. എന്തേ? എടാ അവര് അഡ്വാൻസ് കൊടുത്ത് വേറെ വീട് നോക്കി ഷൂട്ടിംഗ് കൊടുങ്ങ. എന്തിനു മമ്മൂട്ടി മോഹൻലാലിനെ കൂടി കണ്ടോ? ദാ വരുംകാലം മമ്മൂട്ടി മോഹൻലാലും നടന്മാരല്ലേ? എനിക്ക് മമ്മൂട്ടിയെ കാണാൻ പറ്റിയില്ലെങ്കിലും അതെ മാവാ, നമുക്കൊരു 50,000 രൂപ കുറച്ച് കൊടുക്കാന്ന് പറ. അവരോട് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറയാം മാവാ. അതെ എനിക്കൊക്കെ ഒരു ഒറ്റ വാക്കുള്ളൂ, നിങ്ങളുടെ കളിക്കലല്ലേ പണി. അവര് കോടികൾ മുടക്കിട്ട് അവര് പണം എടുക്കണേ. പറഞ്ഞ കാശാണ് തരാ പറഞ്ഞല്ലേ? സമാധാനമായല്ലോ. എന്തിനാ എല്ലാരും കൂടെ എന്നെ കഴിഞ്ഞിട്ട് കയറണത്? നീയാണ് എല്ലാത്തിനും കാരണം. ഞാൻ മാത്രമാണോ? നീ പിന്നെ നിന്റെ കൂട്ടുകാരന് ചാൻസ് മേടിച്ചു കൊടുക്കാൻ നടന്നില്ലേ? എന്തിനാണ് നിങ്ങളെയൊക്കെ പറയുന്നത്? അടിഞ്ഞൊരുങ്ങിട്ട് വരുന്നുണ്ടല്ലോ, സിനിമാ നടന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കാനാവും. വാ വാ. പോലെ തന്നെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോ കണ്ണാടിയിലൊന്ന് നോക്കി. അപ്പൊ എനിക്കും തോന്നി ഞാനൊരു സിനിമ നടിയെ പോലെ ഇരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ? സിനിമാക്കാരുടെ കൂടെ ഫോട്ടോ എടുക്കാനല്ലേ? അയ്യോ അല്ലടാ, പിന്നെ എനിക്ക് അതിൽ അമ്മ വേഷം ഉണ്ടെങ്കിലേ ഒരു അമ്മ വേഷം മാറ്റി തരുവാടാ. അതിനാ ഉള്ളതില്ലേടി? Alien versus Alien.